കൂട്ടുകാർ. സമർ, ആര്യ, പിന്നെ ദിശ. അഡ്വഞ്ചർ ചെയ്യാൻ ആഗ്രഹം. മല, നദി, പിന്നെ കാട്. അത് അവരെ വല്ലാതെ ആകർഷിച്ചുകൊണ്ടേയിരുന്നു. എത്രത്തോളം അവർക്ക് ആപത്തുണ്ടോ അത്രത്തോളം അവരുടെ ആഗ്രഹം കൂടും. കോളേജിലെ ഗാർഡൻ അന്നും എന്നത്തെയും പോലെ വളരെ ശാന്തമായിരുന്നു. ആ ശാന്തതയ്ക്കകത്ത് വരാൻ പോകുന്ന ഒരു പ്രശ്നത്തിനുള്ള ഒരു ചെറിയ സൂചന മറഞ്ഞിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് നമ്മൾ ഏതൊരു അഡ്വഞ്ചർ ട്രിപ്പിനും പോയിട്ടേ ഇല്ല. നീ വളരെ ശരിയാണ് പറഞ്ഞത് സമർ. ഞാനും ഇത് പറയണമെന്ന് ആലോചിച്ചിരുന്നു. പിന്നെ എന്തിനു വേണ്ടി കാത്തിരിക്കണം? എന്നാൽ വരൂ, കുറച്ച് ദിവസത്തേക്ക് ഒരു നല്ല ഹിൽ സ്റ്റേഷനിലേക്ക് പോകാം. പക്ഷേ നമ്മൾ എവിടേക്ക് പോകാനാ? നന്നായിട്ടുണ്ട്. നമ്മൾ എല്ലാവരും അഡ്വഞ്ചറിന് വെച്ചാൽ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും അഡ്വഞ്ചർ ഉണ്ടാവണം. എന്തെങ്കിലും ഫോറസ്റ്റിലേക്ക്, അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷനിലേക്ക്, അല്ലെങ്കിൽ മഞ്ഞ് സ്ഥലത്തിലേക്ക്. തീർച്ചയായിട്ടും ആ സ്ഥലത്തിൽ ഡേഞ്ചർ ഇരിക്കണം. നീ ഇതിനു മുൻപേ ഏതോ ഒരു സ്ഥലത്തിനെ സെലക്ട് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ശരി, എന്താണെന്ന് പറയോ? സമറിന്റെ മുഖത്ത് ഒരു ചെറിയ ചിരി കണ്ടു. അവന്റെ കണ്ണുകളിൽ വ്യത്യസ്തമായ ഒരു പ്രകാശവും കണ്ടു. അതായത് ആ സ്ഥലം മുൻപേ തന്നെ അവന്റെ മനസ്സിൽ പതിഞ്ഞിരുന്നതായിരുന്നു. നമ്മൾ അരുണാചൽ പ്രദേശത്തിലുള്ള ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് പോവാം. ആ സ്ഥലത്തിൽ മഞ്ഞുമലകളുമുണ്ട്. അതുമാത്രമല്ലാതെ വലിയ വലിയ കാടുകളും ഉണ്ട്. അടുത്ത ദിവസം തന്നെ 3 കൂട്ടുകാരും അരുണാചൽ പ്രദേശത്തിന്റെ മലയുടെ നടുക്ക് ഉള്ള ഒരു പഴയ റിസോർട്ടിലായിരുന്നു. പുറത്ത് മഞ്ഞുകാറ്റ് മരങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരുന്നു. റിസോർട്ടിന്റെ മരച്ചുമരുകൾ കാറ്റ് ഓരോ പ്രാവശ്യം കൊള്ളുമ്പോഴും വല്ലാത്തൊരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു. സമർ തന്റെ കയ്യിൽ ഫോൺ വെച്ചുകൊണ്ട് എന്തോ നോക്കിക്കൊണ്ടേയിരുന്നു. അവന്റെ കണ്ണുകൾ ആ സ്ക്രീനിലായിരുന്നു. അതായത് അവിടെ ആരോ വിചിത്രമായ രീതിയിൽ ശ്വസിക്കുന്നത് പോലെ. സമർ, നീ എവിടെ ചെന്നാലും നിന്റെ ടാബ്ലറ്റ് എടുത്തുകൊണ്ടേ വരുന്നു. അതിലങ്ങനെ എന്താണ് നോക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരിൽ സമർക്കാണ് പുതിയ പുതിയ കാര്യങ്ങളെ അറിയാനായിട്ട് വളരെ ആർവമുണ്ട്. അവൻക്ക് പഠിത്തത്തിനേക്കാളും ഹിസ്റ്ററിയിലാണ് ആർവം അധികം. കൂടുതൽ സ്പെഷ്യലായിട്ട് സർപ്പങ്ങളെ പറ്റുന്ന കാര്യങ്ങളിൽ. എനിക്ക് മുഴുവൻ വിശ്വാസമുണ്ട് സമർ ഇപ്പോൾ ടാബ്ലറ്റിൽ എന്തെങ്കിലും പുതിയ കാര്യത്തിനെ പറ്റിയാണ് നോക്കിക്കൊണ്ടിരിക്കും. ആര്യൻ പറഞ്ഞത് കേട്ടതും ദിശ പേടിച്ചു പോയി. അവളുടെ കണ്ണുകളിൽ ഒരു ചെറിയ പേടി കാണാൻ സാധിച്ചു. ഓ മൈ ഗോഡ്, ഇപ്പോൾ എനിക്ക് മനസ്സിലായി നീ എന്തിനാണ് ഞങ്ങളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. കാരണം ഈ സ്ഥലത്ത് പാമ്പുകളും അനകൊണ്ടയും ഉണ്ടെന്ന് പറയും. സമർ ടാബ്ലറ്റ് ഓഫ് ചെയ്തു. എന്നിട്ട് അവൻ ചിരിച്ചു. പക്ഷെ ആ ചിരി സാധാരണ ചിരിയല്ല. ആ ചിരിയിൽ അത്യാഗ്രഹത്തിന്റെയും ആപത്തിന്റെയും മണമുണ്ടായിരുന്നു. നീ വളരെ ശരിയാണ് പറഞ്ഞത് ദിശ. ഇവിടെ അണക്കൊണ്ടാക്കൾ വരുന്നുണ്ട്. ഞാൻ സ്പെഷ്യലായിട്ട് അതിനെ കാണാനായിട്ട് മാത്രമാണ് നിങ്ങൾ 2 കൂട്ടുകാരനെയും എന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുവന്നത്. എന്താ പറയുന്നത്? ഒരു പക്ഷേ നമ്മൾ അണക്കൊണ്ടാവിന്റെ വിഷയത്തിനെ എടുത്ത് അല്ലെങ്കിൽ അതിനെ കൊന്ന് മാർക്കറ്റിൽ വിറ്റാൽ നമുക്ക് കോടിക്കണക്കിൽ ലാഭം കിട്ടും. അണക്കൊണ്ടാവിന്റെ വിഷയത്തിന് കോടിക്കണക്കിൽ മതിപ്പുണ്ട്. ആലോചിക്ക്, ഒരു പക്ഷേ ഒരു പ്രാവശ്യം അത് നമുക്ക് കിട്ടിയാൽ പിന്നെ നമ്മളുടെ ലൈഫ് തന്നെ സെറ്റായി പോവും. ആര്യന്റെ കണ്ണുകളും പ്രകാശിക്കാൻ തുടങ്ങി. അത്യാഗ്രഹം അവന്റെ കണ്ണുകളിൽ വളരെ നന്നായി കാണാൻ സാധിച്ചു. ചേടാ, അടിപൊളിയാണ്. ഇത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ദിശയുടെ മുഖം പേടി കൊണ്ട് നിറഞ്ഞുപോയി. പക്ഷേ സമർ, ഞാൻ കേട്ടിട്ടുണ്ട് അനകൊണ്ട വളരെ ആപത്തായതാണെന്ന്. നീ പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല ദിശ. നിനക്കറിയാമല്ലോ, പാമ്പ് പിടിക്കുന്നതിൽ ഞാൻ വളരെ എക്സ്പേർട്ടാണ്. എൻ്റെ അടുത്ത് അണക്കൊണ്ടവിനെ പിടിക്കാനായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിൻ്റെ വിഷത്തിനെ എങ്ങനെ എടുക്കണമെന്നും എനിക്ക് നന്നായിട്ട് അറിയും. നമ്മൾ നാളെ രാവിലെ തന്നെ കാട്ടിൻ്റെ അകത്ത് പോയേ പറ്റുള്ളൂ. അടുത്ത ദിവസം രാവിലെ സമർ, ദിശ, പിന്നെ ആര്യൻ ആ കാടിന്റെ വളരെ അകത്തേക്ക് ചെന്നു. 4 വശത്തും ഉയർന്ന മരങ്ങളുണ്ടായിരുന്നു. അതിന്റെ ചില്ലകളിൽ മഞ്ഞു തുള്ളികൾ ഒഴുകിക്കൊണ്ടിരുന്നു. കാറ്റത്ത് ഈർപ്പമുണ്ടായിരുന്നു. തറയിൽ ഉരുകുന്ന മഞ്ഞ്, പിന്നെ ചേർന്ന് നടുക്ക് വ്യത്യസ്തമായ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഏതോ ഒരു കനമായ നീളമായ വസ്തു ഇഴഞ്ഞു ചെന്നതുപോലെ. ഓരോ അടി എടുത്തു വെക്കും തോറും കാടിന്റെ ശാന്തത കൂടിക്കൊണ്ടേ വന്നു. പറവകളുടെ ശബ്ദം കേൾക്കുന്നേ ഇല്ല. മരങ്ങളുടെ മുകളിൽ ചുറ്റിക്കൊണ്ടിരുന്ന ഘനമായ കൊടികൾ കാണാൻ പാമ്പിനെ പോലെയായിരുന്നു. ഒരുപാട് സ്ഥലത്ത് തറയിൽ പാമ്പിന്റെ തോലുണ്ടായിരുന്നു. അത് അവിടെ ഒരു വലിയ പാമ്പുണ്ടായിരുന്നതിന് ആധാരമായി കാണപ്പെട്ടു. കാറ്റത്ത് തണുപ്പില്ല, പക്ഷെ എന്തോ ഭാരമായി തോന്നാൻ തുടങ്ങുന്നു. അതെങ്ങനെയായിരുന്നെന്നാൽ കാട് തന്റെ ശ്വാസം അടക്കി തന്റെ ഓരോ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ. ഏതോ ഒരു സ്ഥലത്ത് അനകൊണ്ട അവിടെയുണ്ട്. ഒരുപക്ഷെ അത് കാത്തുകൊണ്ടിരിക്കുകയാണോ എന്തോ. കാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദിശ നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. ആ നിലവിളിയിൽ പേടിയല്ല, മരണത്തിനുള്ള സൂചന കാണപ്പെട്ടു. ദിശ പെട്ടെന്ന് നിലവിളിക്കുന്നത് കണ്ടിട്ട് ആര്യനും സമനും പേടിച്ചു. എന്തു പറ്റി?
ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴാണ് എന്റെ കണ്ണിന്റെ മുൻപിൽ എന്റെ കാലിനടിയിൽ ഒരു പാമ്പ് പോയത് ഞാൻ കണ്ടത്. സമർ ഉടനെ ആ ദിശയിലേക്ക് ഓടി. പക്ഷെ അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പാമ്പുമില്ല, ഒരു അടയാളവുമില്ല. അപ്പോഴാണ് അവൻ പെട്ടെന്ന് ഒരു നിഴൽ ശ്രദ്ധിച്ചത്. അവന്റെ മുൻപിൽ ഒരു വയസ്സായ മുത്തശ്ശി നിൽക്കുകയായിരുന്നു. മുഖത്ത് ഒരുപാട് ചുളിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ണുകളിൽ ഒരു വിചിത്രമായ പ്രകാശമുണ്ടായിരുന്നു. ആരാണ് നീ? അപ്പോൾ തന്നെ ആര്യനും ദിശയും അവിടേക്ക് വന്നു. എൻ്റെ പേര് സമറാണ്. ഇവർ രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഇവിടെ അനക്കൊണ്ടാവിനെ വേട്ടാടാനായിട്ട് വന്നു. ഇത് കേട്ടതും ആ വയസ്സായ മുത്തശ്ശി വല്ലാതെ ഞെട്ടിപ്പോയി. ഇവിടെ നിന്നും പോയേക്കോ. ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയുന്നോ? ഞാൻ ഈ കാട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കൂ കുട്ടികളെ. ഇന്ന് പൗർണമി രാത്രിയാണ്. ഇവിടെ നിന്നും തിരികെ പോയേക്കോ. ആര്യൻ ചിരിച്ചു. എന്താ പൗർണമി രാത്രി ഈ കാട്ടിൻ്റെ അകത്ത് പ്രേതങ്ങൾ വരുന്നുണ്ടോ? പെട്ടെന്ന് വയസ്സായ മുത്തശ്ശിയുടെ ശബ്ദം ദൃഢമായി മാറി. ഇന്ന് രാത്രി അനഗൗണ്ടയുടെ റാണി പുറത്തേക്ക് വരും. അത് സാധാരണ ഒരു പാമ്പല്ല, അതൊരു പിശാചാണ്. അവൾ ഏതു രൂപത്തിൽ വേണമെങ്കിലും മാറുന്നവളാണ്. പൗർണമി രാത്രി ദിവസം അവളുടെ ബലം വളരെ അധികമായേക്കും. അവളുടെ കണ്ണുകളിൽ നിങ്ങൾ കുടുങ്ങുകയാണെങ്കിൽ നിങ്ങളിൽ ആരും തന്നെ ജീവനോടെ കാണില്ല. ലോകത്തിന്റെ ഏതു മൂലയിൽ ചെന്നൊളിച്ചാലും ശരി, അനഗൗണ്ട റാണി നിങ്ങളെ കണ്ടുപിടിക്കും, എന്നിട്ട് കൊന്നുകളയും. 3 കൂട്ടുകാരും വളരെ സീരിയസ് ആയി അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അടുത്ത ക്ഷണം തന്നെ ആര്യൻ ഭയങ്കരമായി ചിരിച്ചു. ഇതെല്ലാം വെറുതെ കഥയാണ്. എനിക്കെന്തോ ഈ മുത്തശ്ശി പറയുന്നതൊക്കെ ശരിയാണെന്നാണ് തോന്നുന്നത്. ചേട്ടാ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവർ പറയുന്നത് കേട്ട് നമ്മളുടെ സമയം കളയിലാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം 3 കൂട്ടുകാരും നടന്നു ചെന്നു കാടിന്റെ ആഴത്തിലേക്ക്. പതുക്കെ പതുക്കെ ഇരുട്ടാൻ തുടങ്ങി. മരത്തിന്റെ നിഴലൊക്കെ നീളമാകാൻ തുടങ്ങി. പെട്ടെന്ന് ചെടികൾക്കിടയിൽ നിന്നും ഒരു അനക്കം കേൾക്കാൻ തുടങ്ങി. അവരുടെ മുൻപിലായി ഒരു വലിയ അണകൊണ്ട ഉണ്ടായിരുന്നു. മണ്ണിച്ച് നല്ല നീളമുള്ള, പിന്നെ അതിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. ഓ നോ, ഇത് അനകൊണ്ടയാണ്. സമർ തന്റെ ആയുധമെടുത്തു. അതിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അനകൊണ്ടയ്ക്ക് മുറിവേറ്റു. പിന്നെ അടുത്ത ക്ഷണം തന്നെ ഇരുട്ടത്ത് അത് മറഞ്ഞുപോയി. 3 പേരും ഞെട്ടിപ്പോയി നിന്നു. ആദ്യമായി പേടി അവരെ ചുറ്റാൻ തുടങ്ങി. എനിക്കൊരു ക്ഷണം പോലും ഇവിടെ നിൽക്കാനാവില്ല. ഞാൻ ഉടനെ തന്നെ തിരികെ പോകണം. സമറിന്റെ മുഖത്തും പേടി നന്നായി കാണാൻ സാധിച്ചു. അവർ 3 പേരും റിസോർട്ടിലേക്ക് ഓടി വന്നു. പിന്നെ റൂമിനകത്ത് വന്നാണ് ശ്വാസം വിട്ടത്. എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ആ അണക്കൊണ്ട ചത്തുപോയിരിക്കും. നീ അതിനെ ഷൂട്ട് ചെയ്തതിനെ കൊണ്ട് പരിക്കേറ്റിരിക്കും. ആ, എനിക്കും വിശ്വാസമുണ്ടടാ. അത് ഒരു പക്ഷേ അനഗൗണ്ടയുടെ റാണിയായിരിക്കുമോ? ആ വയസ്സായ മുത്തശ്ശിയും പറഞ്ഞില്ലേ? അതുപോലെ ഒന്നുമില്ല. ഒരു പക്ഷെ അത് കാട്ടിൽ പറയുന്ന കഥയായിരിക്കാം. നീ ചെന്നുറങ്ങിക്കോ. അർദ്ധരാത്രി ആയപ്പോൾ ആ റൂമിന്റെ ടെമ്പറേച്ചർ കുറയാൻ തുടങ്ങി. റൂമിന്റെ ജനാലയിൽ എന്തോ ഇഴഞ്ഞു പോകുന്നത് പോലെ തോന്നി. പെട്ടെന്ന് ചുമരിൽ പാമ്പിന്റെ നിഴൽ കാണാൻ സാധിച്ചു. പക്ഷെ അത് പാമ്പല്ലായിരുന്നു, അതാണ് അനഗോണ്ട. ഇത്തവണ പുക പോലുള്ള ശരീരത്തോടു കൂടി. അതിന്റെ കണ്ണുകൾ മനുഷ്യന്റെ കണ്ണുകൾ. അതിന്റെ വായിൽ ചിരി. അത് ഒരു ക്ഷണം കൊണ്ട് ആര്യനെ ചുറ്റിപ്പിടിച്ചു. ആ മുറിയിൽ ആര്യൻ നിലവിളിക്കുന്ന ശബ്ദവും അവന്റെ എല്ലുകൾ മുറിയുന്ന ശബ്ദവും കേട്ടു. അതിനുശേഷം അവിടെ ശാന്തത നിറഞ്ഞു. കാണാൻ തന്നെ ഭയങ്കരമായിരുന്ന ആനകൊണ്ട മിന്നൽ വേഗതയിൽ സമറിനെ ചുമരിലേക്ക് വലിച്ചെറിഞ്ഞു. അവന്റെ കണ്ണുകളുടെ മുൻപിൽ ഇരുട്ടുകൊണ്ട് നിറഞ്ഞു. നിഷ ഈ ഭയങ്കരമായ കാഴ്ച കണ്ട് നിലവിളിച്ചുകൊണ്ട് വെറും കാലോടെ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് ഓടി. മുള്ളുകളൊക്കെ അവളുടെ കാലിൽ കുത്തുകയായിരുന്നു. പക്ഷേ പേടി, ആ വേദനയൊന്നും അവൾക്കറിയാൻ സാധിച്ചില്ല. പെട്ടെന്ന് അവളുടെ മുൻപിലായി അതേ വയസ്സായ മുത്തശ്ശി അവിടെ നിൽക്കുകയായിരുന്നു. അതായത് മുൻപേ തന്നെ അവൾക്ക് വേണ്ടി അവിടെ കാത്തുകൊണ്ട് നിൽക്കുന്നത് പോലെ. ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കൂ, ഞാൻ നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല. ആ വയസ്സായ മുത്തശ്ശി ചിരിച്ചു. പക്ഷെ ആ ചിരി സാധാരണ ചിരിയല്ലായിരുന്നു. മണ്ടി, ഞാനും പാമ്പുകളെ രക്ഷിക്കുന്നവളാണ്. എന്റെ ജോലി മുന്നറിയിപ്പ് നൽകുന്നതാണ്. ആരത് കേൾക്കുന്നില്ലയോ അവരുടെ അവസാനം നിശ്ചിതമാണ്. ഇത്രയും പറഞ്ഞതിനു ശേഷം അവരുടെ മുഖം മാറാൻ തുടങ്ങി.
തോലൊക്കെ കീറാൻ തുടങ്ങി, എല്ലുകളുടെ രൂപം മാറാൻ തുടങ്ങി. കണ്ണ് കൂർത്തതായും പിന്നെ പാമ്പിനെ പോലെ മാറി. പിന്നെ നാക്ക് പുറത്തേക്ക് വരാൻ തുടങ്ങി, ശരിക്കും പാമ്പിനെ പോലെ. അവളുടെ പുറകിലായി ഇരുട്ടത്ത് അതിപിശാച് അന്നകോണ്ട പ്രത്യക്ഷപ്പെട്ടു. ചാമ്പൽ നിറത്തിലുള്ള രൂപത്തോടുകൂടി തന്റെ മനുഷ്യനെ പോലെയുള്ള കണ്ണുകൾ കൊണ്ട് ദേഷ്യത്തോടെ നോക്കി. ദിശ നിലവിളിക്കാൻ നോക്കി, പക്ഷെ അവളുടെ ശബ്ദം തൊണ്ടയിൽ നിന്നും പുറത്തു വന്നില്ല. അടുത്ത ദിവസം രാവിലെ കാടിന് പുറത്ത് 3 ഡെഡ് ബോഡി കിട്ടി. ശരീരത്തിൽ ഒരു മുറിവുമില്ലായിരുന്നു, ഒരു രക്തക്കറയുമില്ലായിരുന്നു. പക്ഷേ മുഖം പേടി കൊണ്ട് നിറഞ്ഞിരുന്നു.